പേട്ടയിലെ ആശുപത്രിയിൽ നിന്ന് വെടിയുണ്ട കണ്ടെത്തി. RPF പരിശോധന നടത്തുകയാണ്. വിവരങ്ങൾ സിജോ വി ജോൺ നൽകും. സിജോ, ഇതെന്താണ് സംഭവം? സിജോ, കേൾക്കുന്നുണ്ടോ? കാണുന്നതുപോലെ ഒരു മഗ്ഗിനകത്ത് ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. 7 വെടിയുണ്ടകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. 9mm വെടിയുണ്ടകളാണെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അത് ഈ സാഹചര്യത്തിലാണ് ഇവിടെ വന്നത്, അതാരാണ് കൊണ്ടുവച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. വെടിയുണ്ടകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഇവരുടെ ഹോസ്പിറ്റൽ അധികൃതർ തന്നെയാണ് പോലീസിനെ അറിയിക്കുകയും ചെയ്തിരുന്നത്. അതുകൊണ്ട് വെടിയുണ്ടകൾ ഹോസ്പിറ്റലിൽ ഇവിടുന്ന് വഞ്ചിയൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും ഇത് ആരാണ് കൊണ്ടുവച്ചത്, ഏത് സാഹചര്യത്തിലാണ് ഇത് വന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം കടക്കുന്നതുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലഭിക്കുകയും ചെയ്യുന്നത്. തിരുവനന്തപുരം പേട്ട ആശുപത്രിയിൽ നിന്ന് വെടിയുണ്ട കണ്ടെത്തിയത് ആരാണ് കൊണ്ടുവച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. RPF ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. സിജോ, ഒറ്റ കാര്യം കൂടി, ഈ ആശുപത്രി റെയിൽവേയുടെ കീഴിലുള്ള ആശുപത്രിയാണോ? റെയിൽവേയുടെ കീഴിലുള്ള ആശുപത്രി തന്നെയാണ്. റെയിൽവേ ഹോസ്പിറ്റലാണ്, പേട്ടയിലുള്ള ഹോസ്പിറ്റലാണ് ഇത്. അവിടെ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയോട് കൂടിയാണ് കണ്ടെത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും 7 വെടിയുണ്ടകളാണ് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ പോലീസും അതോടൊപ്പം തന്നെ RPFും എത്തി പരിശോധന നടത്തുന്നുണ്ട്. അതിൽ ആരാണ് ഇത് കൊണ്ടുവച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ശരി, റെയിൽവേയുടെ കീഴിലുള്ള ആശുപത്രിയിലാണ് ഈ വെടിയുണ്ട കണ്ടെത്തിയത്. വിവരങ്ങൾ നൽകിയായിരുന്നു സിജോ വി ജോൺ.